1000 അശ്വമേധ യാഗങ്ങളും കൂടാതെ 100 രാജസൂയ യാഗങ്ങളും നടത്തി പ്രസിദ്ധനായ രാജാവായിരുന്നു ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന മഹാഭിഷക്ക്. സ്വർഗത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾക്ക് പാത്രമായ അദ്ദേഹത്തിന് ഒരിക്കലൊരു അബദ്ധം പറ്റി. ബ്രഹ്മാവിൻ്റെ മുന്നിൽ വെച്ച് ഗംഗാദേവിയെ പ്രേമത്തോടു കൂടി ഒന്ന് നോക്കിപ്പോയി. കുപിതനായ ബ്രഹ്മാവ് മഹാഭിഷക്ക് വീണ്ടും മനുഷ്യനായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ബ്രഹ്മാവിൻ്റെ ശാപത്താൽ മഹാഭിഷക്ക് പുരുവംശത്തിലെ പ്രദീപ മഹാരാജാവിൻ്റെ പുത്രനായി ഭൂമിയിൽ ജനിച്ചു. രാജാവ് ആ കുട്ടിക്ക് ശന്തനു എന്നാണ് പേര് നൽകിയത്. ശന്തനുവിന് പ്രായപൂർത്തി വന്നപ്പോൾ രാജ്യഭാരം അവനെ ഏൽപ്പിച്ച് പ്രദീപ മഹാരാജാവ് തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയി. ഒരിക്കൽ അഷ്ടവസുക്കൾ 8 പേരും തങ്ങളുടെ ഭാര്യമാരോടൊപ്പം വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള വനത്തിൽ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ കാമധേനു എന്ന നന്ദിനി പശുവിനെ അവർ കാണാനിടയായി. അഷ്ടവസുക്കളിൽ ഒരുവനായ ദ്യോവിൻ്റെ ഭാര്യയ്ക്ക് ലക്ഷണമൊത്ത പശുവിനെ സ്വന്തമാക്കണമെന്ന് വലിയ മോഹം. ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ ദ്യോവ് നന്ദിനിയെ കട്ടുകൊണ്ടുപോയി. വസിഷ്ഠ മഹർഷി പശു മോഷണം പോയ വിവരം അറിഞ്ഞു. ആ കൃത്യം ചെയ്ത അഷ്ടവസുക്കൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു. 8 പേരിൽ ദ്യോവ് മാത്രം കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കും. ബാക്കി 7 പേരും ജനിച്ച് 1 വർഷത്തിനകം ശാപമോക്ഷം നേടുമെന്നും മഹർഷി പറയുകയുണ്ടായി. മഹർഷിയുടെ ശാപം ലഭിച്ച അഷ്ടവസുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗാദേവിയെ സമീപിച്ചു. മുനിയുടെ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. പുരുവംശത്തിൽ പിറന്ന പ്രദീപൻ്റെ മകൻ ശന്തനുവിൻ്റെ മക്കളായി തങ്ങൾ ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ ദേവി ഒരു മനുഷ്യ സ്ത്രീയായി ജനിച്ച് തങ്ങളുടെ അമ്മയാവണമെന്നും അഷ്ടവസുക്കൾ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. താൻ നിമിത്തം ശാപം ലഭിച്ച മഹാഭിക്ഷക്കാണല്ലോ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശന്തനുവിൻ്റെ ഭാര്യയാവാൻ ഗംഗാദേവിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ഗംഗാദേവിയുടെ സമ്മതം ലഭിച്ചപ്പോൾ അഷ്ടവസുക്കൾ തങ്ങൾ ഭൂമിയിൽ ജനിച്ച ഉടനെ നദിയിലെറിഞ്ഞു കൊന്ന് എളുപ്പം ശാപമോക്ഷം തരപ്പെടുത്തി തരണമെന്ന് ഗംഗാദേവിയോട് അപേക്ഷിച്ചു. ആ അപേക്ഷയും ഗംഗാദേവിക്ക് സ്വീകാര്യമായി. രാജ്യപരിപാലനം ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന ശന്തനു മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായി ഗംഗാതീരത്തിനടുത്തുള്ള വനപ്രദേശത്ത് ചെന്നു. അവിടെ വെച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അദ്ദേഹം അവളോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ ഗംഗ. നിനക്ക് എൻ്റെ ഭാര്യയാകാൻ സമ്മതമാണോ? ശന്തനുവിൻ്റെ ചോദ്യം കേട്ട ഗംഗ പറഞ്ഞു, എനിക്ക് സമ്മതം തന്നെ. പക്ഷെ അങ്ങ് ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിര് പറയരുത്. അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും. ഗംഗയുടെ വ്യവസ്ഥ ശന്തനു സമ്മതിച്ചു. ഇരുവരും കൊട്ടാരത്തിൽ ചെന്ന് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചു. ഗംഗാദേവി ഗർഭിണിയായി. അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ പൈതലിനെ ഉടൻ തന്നെ ആ അമ്മ എടുത്തുകൊണ്ടുപോയി ഗംഗാ നദിയിലേക്ക് എറിഞ്ഞു കൊന്നു. ഇങ്ങനെ 2 അല്ല 3 അല്ല തൻ്റെ 7 പ്രസവത്തിലെയും കുഞ്ഞുങ്ങളെ ഗംഗാദേവി ഇപ്രകാരം കൊന്നുകളഞ്ഞു. 8ാമത്തെ പൊന്നോമനയെയും അവൾ അപ്രകാരം കൊല്ലാൻ ഭാവിച്ച അവസരത്തിൽ ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മതി, നിന്റെ ക്രൂരകൃത്യം. ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് വളർത്തണം. അല്ലയോ മഹാരാജാവേ, എൻ്റെ ആഗ്രഹത്തിന് അങ്ങ് എതിര് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും അങ്ങയുടെ ഭാര്യയായി തുടരുകയില്ല. അങ്ങയുടെ പുത്രന്മാരായി ജനിച്ച 8 പേരും ശാപം ലഭിച്ച അഷ്ടവസുക്കളാണ്. അവരിൽ 7 പേരെയും ഞാൻ ഗംഗയിൽ എറിഞ്ഞു കൊന്ന് ശാപമോക്ഷം നൽകിയിരിക്കുന്നു. അങ്ങയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് 8ാമത്തെ ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുന്നില്ല. ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി യഥാകാലം അങ്ങയെ തിരികെ ഏൽപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷയായി. ഗംഗാദത്തൻ എന്നും ദേവവ്രതൻ എന്നും അറിയപ്പെടാൻ തുടങ്ങിയ ആ കുട്ടി വസിഷ്ഠ മഹർഷിയിൽ നിന്ന് വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു. പരശുരാമനിൽ നിന്ന് ആയുധവിദ്യകളും
വിദ്യകളെല്ലാം യഥാകാലം അഭ്യസിച്ച് മിടുക്കനായ ദേവവൃദ്ധനെ ഗംഗാദേവി ശന്തനു മഹാരാജാവിനെ തിരികെ ഏൽപ്പിച്ചു. ശന്തനു തൻ്റെ പ്രിയപുത്രനായ ദേവവ്രതനെ യുവരാജാവായി വാഴിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് മഹാഭാരതത്തിലെ കഥയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവരും പലരും കേട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മുടെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഈ ചാനലിനെ പറ്റി നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ പുതിയ പുതിയ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.